നമസ്കാരം. ബിഗ് സ്റ്റോറിയിലേക്ക് സ്വാഗതം. ബാർ കോഴക്കേസിലെ അന്വേഷണ റിപ്പോർട്ടർ പുറത്തുവിട്ടു. അന്വേഷണത്തിൽ കണ്ടെത്തിയ കാര്യങ്ങൾ KM മാണിക്ക് എതിരായ ആരോപണങ്ങൾ തെളിയിക്കാൻ പര്യാപ്തമല്ലെന്ന് വിജിലൻസ് അന്വേഷണ സംഘം. പണം കൊടുത്തതിനോ ആവശ്യപ്പെട്ടതിനോ വാങ്ങിയതിനോ 3 സന്ദർഭങ്ങളിലും തെളിവില്ല. പണവുമായി KM മാണിയുടെ വസതിയിൽ ബാർ ഉടമകൾ എത്തിയതിന് തെളിവുണ്ട്. അമ്പിളിയുടെ മൊഴിയും നുണപരിശോധനാ ഫലവും തമ്മിൽ വൈരുദ്ധ്യമുണ്ട്. ബാർ കോഴക്കേസിലെ അന്വേഷണത്തിൽ കണ്ടെത്തിയ തെളിവുകൾ KM മാണി അഴിമതി നടത്തിയെന്നത് തെളിയിക്കാൻ പര്യാപ്തമല്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് തുടർ നടപടികൾ അവസാനിപ്പിക്കാൻ വിജിലൻസ് SP R സുകേശൻ കോടതിയോട് അനുമതി ചോദിച്ചത്. KM മാണി പണം വാങ്ങിയെന്ന് പറഞ്ഞ 3 സന്ദർഭങ്ങളിലും പണം ആവശ്യപ്പെട്ടതിനോ പണം നൽകിയതിനോ പണം വാങ്ങിയതിനോ തെളിവില്ലെന്ന് റിപ്പോർട്ടിൽ പറയുന്നു. 2014 മാർച്ച് 22-ന് രാജ്കുമാർ ഉണ്ണി, MD ധനേഷ്, ജോൺ കല്ലാട്ട്, കൃഷ്ണദാസ് പോളക്കുളം, ജേക്കബ് കുര്യൻ എന്നിവർ KM മാണിയുടെ പാലയിലെ വസതിയിലെത്തിയെന്നതിന് തെളിവുണ്ട്. സാജു ഡൊമിനിക്, ജോസ് മാത്യു എന്നിവർ പാലയിലെ മാണിയുടെ വസതിയിലെത്തി ബാർ ഉടമകളുടെ നേതാക്കൾക്ക് 15 ലക്ഷം രൂപ നൽകിയെന്നതിനും തെളിവുണ്ട്. എന്നാൽ ഈ പണം തങ്ങൾ KM മാണിക്ക് നൽകിയിട്ടില്ലെന്നാണ് ബാർ ഉടമകളുടെ മൊഴി. അതുകൊണ്ട് തന്നെ ബാർ ഉടമകൾ KM മാണിക്ക് പണം കൈമാറിയതിന് തെളിവില്ലെന്നാണ് അന്വേഷണ സംഘം റിപ്പോർട്ടിൽ പറയുന്നത്. 31/3/2014 50 ലക്ഷം രൂപ കൈമാറിയെന്നതിനും തെളിവുകളില്ല. ഏപ്രിൽ 2-ന് രാജ്കുമാർ ഉണ്ണി ധനമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിൽ എത്തിയിട്ടുണ്ട്. പക്ഷേ ഇവിടെയും പണം നൽകിയതിന് തെളിവില്ല. അമ്പിളിയുടെ നുണപരിശോധനാ ഫലവും മൊഴിയും തമ്മിൽ പൂർണ്ണമായും യോജിക്കുന്നില്ലെന്നും റിപ്പോർട്ടിൽ പറയുന്നു. എന്നാൽ മാണിക്ക് പണം നൽകുന്നത് കണ്ടുവെന്ന നുണപരിശോധനാ ഫലത്തിൽ തെളിഞ്ഞത് റിപ്പോർട്ടിൽ എവിടെയും പരാമർശിക്കുന്നില്ല എന്നുള്ളത് ശ്രദ്ധേയമാണ്. മന്ത്രിസഭ ഒരുമിച്ചാണ് ബാർ ലൈസൻസുമായി ബന്ധപ്പെട്ട തീരുമാനമെടുത്തത്. KM മാണി അധികാര ദുർവിനിയോഗമോ കൈക്കൂലി ചോദിക്കുകയോ ചെയ്തതായി തെളിയിക്കാൻ കഴിഞ്ഞില്ലെന്നും റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. ബാർ ഉടമകൾക്ക് അനുകൂലമായി എന്തെങ്കിലും നിലപാട് സ്വീകരിച്ചതിനും തെളിവുകളില്ല. ഈ റിപ്പോർട്ട് കോടതി നാളെ പരിഗണിക്കും. പരാതിക്കാരുടെ ഭാഗം കൂടി കേട്ട ശേഷം വിജിലൻസ് ജഡ്ജി ജോൺ K. ഇല്ലിക്കാടൻ റിപ്പോർട്ട് സ്വീകരിക്കണമോ എന്ന കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കും. റിപ്പോർട്ടിന്മേലുള്ള നടപടിക്രമങ്ങൾ ഇനി തീരുമാനിക്കേണ്ടത് കോടതിയാണ്. മാണിക്ക് സംശയത്തിന്റെ ആനുകൂല്യം നൽകുന്ന റിപ്പോർട്ട് കോടതി തള്ളുമോ കൊള്ളുമോ? എന്തായാലും ഇനി വരാനിരിക്കുന്നത് ബാർ കോഴയിലെ നിയമപോരാട്ടത്തിന്റെ നാളുകളാണ്. തിരുവനന്തപുരത്ത് നിന്ന് K. രതീഷിനൊപ്പം സൈഫ് സൈനുലാബ്ദീൻ, റിപ്പോർട്ടർ. ഈ വിഷയമാണ് ഇന്ന് ബിഗ് സ്റ്റോറി ചർച്ച ചെയ്യുന്നത്. ശ്രീ സണ്ണി ജോസഫ് MLA, ശ്രീ A. പ്രദീപ് കുമാർ MLA, ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ, അഡ്വക്കേറ്റ് ഉദയഭാനു എന്നിവരാണ് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത്. ശ്രീ സണ്ണി ജോസഫ്, എങ്ങനെയാണ് ഇങ്ങനെയൊരു വിജിലൻസ് റിപ്പോർട്ട് തയ്യാറാക്കിയത്? മാണിയുടെ വസതിയിൽ 15 ലക്ഷം രൂപയുമായി ബാർ ഉടമകൾ എത്തിയതിന് തെളിവുണ്ട്. അതുപോലെ അമ്പിളിയുടെ നുണപരിശോധനാ ഫലവും അമ്പിളിയുടെ മൊഴിയും പൂർണ്ണമായി വിശ്വാസത്തിലെടുക്കാൻ കഴിയാത്ത ഒരു റിപ്പോർട്ട്. എങ്ങനെയാണ് ഇത്തരമൊരു റിപ്പോർട്ട് തയ്യാറാക്കപ്പെട്ടത്? വളരെ വ്യക്തമാണ് പ്രകാശ്. ഈ റിപ്പോർട്ട് വായിക്കണം. പ്രകാശ് വായിച്ചിട്ടുണ്ട്. എനിക്കും ഇപ്പോൾ റിപ്പോർട്ടർ ചാനലിൽ നിന്നാണ് എൻ്റെ കോപ്പി കിട്ടിയത്. ഞാനിവിടെ വന്നൊരു 10 മിനിറ്റ് കൊണ്ട് വായിച്ചു. 51 മുതൽ 54 വരെ പേജുകളിൽ ആവർത്തിച്ചു പറഞ്ഞിട്ടുണ്ട്. പണം കൊടുത്തു എന്ന് പറയുന്ന ആളുകൾ ആരും പണം കൊടുത്തിട്ടില്ല എന്ന് വളരെ വ്യക്തമായിട്ട് പറയുന്നു. All the above witnesses categorically asserted that the accused neither demanded money nor they had given bribe to the accused during their visit. എല്ലാ സാക്ഷികളും ബാർ ഹോട്ടൽ അസോസിയേഷൻ്റെ മുഴുവൻ ഭാരവാഹികളും 3 ഘട്ടങ്ങളിലും അവർ പണം കൊടുത്തിട്ടില്ല എന്ന് വളരെ വ്യക്തമായിട്ട് പറയുന്നു. പണം ആവശ്യപ്പെട്ടിട്ടില്ല, പണം കൊടുത്തിട്ടില്ല എന്ന് പറയുന്നു. അതുപോലെ തന്നെ അന്വേഷണ ഉദ്യോഗസ്ഥൻ വളരെ വ്യക്തമായിട്ടും കണ്ടെത്തിയിട്ടുള്ള ഒരു കാര്യം, ഈ കാര്യത്തിൽ ബാർ ഹോട്ടലുകൾക്ക് ഉടമകൾക്ക് അനുകൂലമായ യാതൊരു തീരുമാനവും മാണി സാറിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല എന്ന് വ്യക്തമാക്കുന്നു. അവർക്ക് പ്രതികൂലമായ തീരുമാനങ്ങളാണ് മന്ത്രിസഭ ഐക്യകണ്ഠേന എടുത്തിട്ടുള്ളത്. അതിനെ സംബന്ധിച്ച് ലോ സെക്രട്ടറിയും അതുപോലെ മറ്റ് ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാരും അതിൻ്റെ ഫയലുകൾ ഹാജരാക്കിക്കൊണ്ടാണ് അവർ ഈ കേസിൽ ധനമന്ത്രി പ്രത്യേകമായി എന്തെങ്കിലും സഹായം ബാർ ഉടമകൾക്ക് ചെയ്തു കൊടുത്തിട്ടില്ല എന്ന് വ്യക്തമാക്കുന്നത്. അതുപോലെ തന്നെ കൊട്ടിഘോഷിക്കപ്പെട്ടിട്ടുള്ള ഇദ്ദേഹം ഹാജരാക്കിയ, ബിജു രമേശ് ഹാജരാക്കിയ CD, ആ CD വ്യാജമായിരുന്നു. ആ CDയിലെ പല റെക്കോർഡുകൾ 2010-ലുള്ളതാണ്, പിന്നീട് 2015-ൽ ഉണ്ടാക്കിയതാണ്. ഈ കേസ് ആരംഭിക്കുന്നതിന് വർഷങ്ങൾക്ക് മുൻപ്, ഈ കേസ് ആരംഭിച്ചതിന് ശേഷം 2015-ൽ ഒക്കെ ഉണ്ടാക്കിയതാണ്, പിന്നീടുണ്ടാക്കിയതാണ് എന്ന് ആ CDയിലെ വിശ്വാസയോഗ്യതയും നിലനിൽക്കുന്നില്ല എന്ന് അന്വേഷണ ഉദ്യോഗസ്ഥൻ വളരെ ക്ലാരിഫൈഡ് ആയിട്ട് വളരെ വ്യക്തമാക്കിയിരിക്കുകയാണ് ഈ അന്വേഷണ റിപ്പോർട്ടിൽ. ഇതിൻ്റെ 50 മുതൽ 54 വരെയുള്ള പേജ് വായിച്ചാൽ എൻ്റെ സ്നേഹിതൻ പ്രദീപ്കുമാറിൻ്റെ കയ്യിലുണ്ട്. അദ്ദേഹം ഏത് ഭാഗം വായിച്ചാലും ഈ കേസിൽ ഒരു ചാർജ് ഷീറ്റ് കൊടുക്കാനുള്ള ഒരു തെളിവുമില്ല. ഒരു നിയമത്തിൻ്റെ മുൻപിൽ നിലനിൽക്കാൻ സാധിക്കുന്ന റിലയബിൾ ലീഗൽ എവിഡൻസ്
നിലനിൽക്കാൻ സാധിക്കുന്ന, അംഗീകരിക്കാൻ സാധിക്കുന്ന വിശ്വസനീയമായ നിയമപരമായ യാതൊരു തെളിവുകളും ഈ കേസിൽ ഇല്ല എന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥൻ്റെ വ്യക്തമായ നിഗമനം. അത് യുക്തിഭദ്രം കൂടിയാണ് എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. ശ്രീ സണ്ണി ജോസഫ്, ബിജു രമേശിൻ്റെ ആരോപണത്തെ തുടർന്നാണല്ലോ അന്വേഷണം. 2014 മാർച്ച് 22-ന് KM മാണിയുടെ പാലായിലെ വസതിയിൽ 15 ലക്ഷം രൂപ കൊണ്ടുപോയി കൊടുത്തു. അത് കോട്ടയത്തെ കേരള ബാർ ഹോട്ടൽ അസോസിയേഷൻ്റെ ജില്ലാ ഭാരവാഹികൾ ആ പണം ശേഖരിച്ച് മാണിയുടെ വസതിയിലെത്തിച്ചു, അങ്ങനെ കൈമാറി എന്നാണ് ഒരു കാര്യം. മറ്റൊന്ന്, മാർച്ച് 31-ന് 50 ലക്ഷം രൂപ KM മാണിക്ക് കൊടുത്തു. അതുപോലെ ഏപ്രിൽ 2-ന് ഒരു 35 ലക്ഷം രൂപ തിരുവനന്തപുരത്തെ ഔദ്യോഗിക വസതിയിൽ കൊടുത്തു. ഈ 3 കാര്യങ്ങളാണല്ലോ ഉള്ളത്. 15 ലക്ഷം രൂപ മാണിയുടെ വസതിയിൽ എത്തിച്ചതായി അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ട്. അത് ആ റിപ്പോർട്ടിലുണ്ട്. അതുപോലെ തന്നെ മാർച്ച് 31-ന് 50 ലക്ഷം രൂപ കൊടുത്തു എന്നതിൽ 10 ലക്ഷം രൂപ കൊടുത്തു എന്ന ആ സമയത്ത് അനുമോൻ നടത്തിയ വെളിപ്പെടുത്തൽ, ആ 10 ലക്ഷത്തിൻ്റെ കാര്യം റിപ്പോർട്ടിൽ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ബിജു രമേശ് ഔദ്യോഗിക വസതിയിൽ 35 ലക്ഷം കൊടുക്കുന്നതിന് വേണ്ടി 10 ലക്ഷം രൂപ കൊടുത്തു എന്ന് ഈ റിപ്പോർട്ടിലുണ്ട്. പക്ഷേ മാറ്റിപ്പറയാൻ കഴിയാതെ പുറത്തു വന്ന ഈ പണത്തിൻ്റെ കണക്കുകൾ അത് ബാർ ഹോട്ടൽ അസോസിയേഷൻ്റെ ക്യാഷ് റെസിപ്റ്റിലേക്ക് ഉൾപ്പെടുത്തിക്കൊണ്ട് അത് ആ രീതിയിൽ മാറ്റുന്നതിന് ഇപ്പോൾ സഹായിക്കപ്പെട്ടിരിക്കുന്നു എന്നല്ലേ തെളിയുന്നത്? ഇല്ലില്ല, നമ്മളിവിടെ എവിടെയും പ്രകാശ് പറഞ്ഞതുപോലെ ഇല്ല, എവിടെയും ഈ പണവുമായിട്ട് ധനമന്ത്രിയുടെ പാലായിലെ വീട്ടിൽ ഈ സാക്ഷികൾ പോയി എന്ന് എവിടെയും പറയുന്നില്ല. മറിച്ച് ബട്ട് ദർ ഈസ് നോ എവിഡൻസ് ടു പ്രൂവ് ദാറ്റ് ദ അക്യൂസ്ഡ് ഡിമാൻഡഡ് ദി എമൗണ്ട് or the amount was handed over to the accused on 22/3/2014. On verification of the accounts of the Kerala Bar Hotel Association, it is revealed that the amount of rupees 15 lakhs is seen accounted in the cash book on 11/4/2014, exhibit D19 and D20. അതിന്റെ തൊട്ടുമുമ്പുള്ള വാചകമല്ലേ ഈ 15 ലക്ഷം രൂപയുമായി അവർ ഈ പറയുന്ന KM മാണിയുടെ വസതിയിൽ എത്തി എന്നുള്ള വാചകം? അതിന് തൊട്ടുമുമ്പിലെ അന്വേഷണത്തിൽ കണ്ടെത്തി എന്നുള്ളത്. പക്ഷേ അത് കൊടുത്തു എന്നോ വാങ്ങി എന്നോ അവർ പറയുന്നില്ല. ഇത് മാത്രമാണല്ലോ അതിലുള്ളത്. ഇല്ലില്ല, അങ്ങനെ കാണുന്നില്ല. കണ്ടത് അന്വേഷണ ഉദ്യോഗസ്ഥന് പണവുമായിട്ട് എത്തിയെന്ന് കണ്ടതായിട്ട് റിപ്പോർട്ടിലില്ല. യു മേ റീഡ് ഇറ്റ്, നിങ്ങൾക്ക് വേണേൽ വായിക്കാം. ശ്രീ ഉദയഭാനു, അങ്ങനെയില്ല. അതായത് ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട് നടത്തിയ കണ്ടെത്തലുകൾ അത് പൂർണ്ണമായും മാണിയെ കുറ്റവിമുക്തനാക്കാൻ സഹായിക്കുന്നതാണോ? ശ്രീ പ്രകാശ് ഇപ്പോൾ വായിച്ചു കേട്ടെടുത്തോളം ഇത് പ്രതിയെ സഹായിക്കാൻ വേണ്ടി അല്ലെങ്കിൽ കുറ്റാരോപിതനായിട്ടുള്ള ആളെ സഹായിക്കാൻ വേണ്ടി അല്ലെങ്കിൽ സഹായിക്കണമെന്നുള്ള ഉദ്ദേശത്തോടുകൂടി കണ്ടെത്തലുകൾ നടത്തിയതായിട്ടാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇവിടെ കുറ്റാരോപിതൻ ക്യാബിനറ്റ് റാങ്കിലുള്ള ഒരു മന്ത്രിയാണ്. ഒരു മന്ത്രിയെ സ്വാഭാവികമായിട്ടും മന്ത്രിക്കെതിരെയുള്ള അന്വേഷണം നടക്കുമ്പോൾ പ്രത്യേകിച്ച് മന്ത്രിസഭയിലെ സ്വാധീനമുള്ള ആളെന്നതിലും ആ മന്ത്രിസഭയിലെ മറ്റാളുകളെ കൊണ്ട് പോലീസിനെ പോലും വിജിലൻസിനെ പോലും സ്വാധീനിക്കാൻ പ്രാപ്തമായിട്ടുള്ള അധികാരം ഹോൾഡ് ചെയ്യുന്ന നിലയിൽ തീർച്ചയായിട്ടും ആ സ്വാധീനത്തിൽ വരുമ്പോൾ അദ്ദേഹത്തെ സഹായിക്കുന്ന രീതിയിൽ എഴുതിയെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇവിടെ ഈ അളവുകോൽ ഇപ്പോ ഇവിടെ കുറ്റാരോപിതരായിട്ടുള്ള KM മാണി സാറിനെ കുറ്റവിമുക്തനാക്കാൻ പര്യാപ്തമായിട്ട് റിപ്പോർട്ട് തയ്യാറാക്കുന്ന അതിന്റെ അതേ യുക്തിയും അതേ അളവുകോലും ഇപ്പൊ എറണാകുളത്തെ RDO ADM-നെ പിടിച്ചല്ലോ, പക്ഷെ ഇട്ട് നോക്കി പിടിച്ചു എന്നുള്ള വേണമെങ്കിൽ ഒരു വാദത്തിന് വേണ്ടി സമ്മതിക്കാം. പക്ഷെ ഒരു ബിസിനസ് കേസിന്റെ അന്വേഷണ ഗതിയിൽ ഇതേ ആനുകൂല്യം മറ്റു പ്രതികൾക്ക് കൊടുക്കുമോ? ഇപ്പൊ പണവുമായിട്ട് ഒരു സംഘം പോകുന്നു, അത് കൂടെയുള്ളവർ പറയുന്നു ഇത് ഇന്നയാൾക്ക് കൈക്കൂലി കൊടുക്കാൻ വേണ്ട പണമാണ്, കൊണ്ടുപോയവർ അവർ കൊടുത്തിട്ടുണ്ടോ ഇല്ലയോ എന്ന കാര്യത്തെ കുറിച്ച് സംഘത്തിന് മൊഴി കൊടുക്കുമ്പോഴേക്കും ബിസിനസ് സംഘത്തിന് മൊഴി കൊടുക്കുമ്പോൾ പറയുന്നു ഞങ്ങൾ കൊടുത്തിട്ടില്ല എന്ന്. പക്ഷെ അവർ കൊടുക്കാൻ എടുത്തിട്ടില്ല എന്ന് ആ കുറ്റാരോപിതന് അനുകൂലമായിട്ട് മൊഴി കൊടുക്കുന്നതായിട്ടുള്ള സാഹചര്യങ്ങൾ നിലവിലുണ്ട്. ആ സാഹചര്യങ്ങൾ എന്തൊക്കെയാ? അവർക്ക് അനുകൂലമായിട്ടുള്ള മന്ത്രിസഭയെ കൊണ്ട് തീരുമാനമെടുപ്പിക്കണം. എന്താ തീരുമാനമെടുപ്പിക്കേണ്ടത്? ബാറുകൾ തുറന്ന് പ്രവർത്തിക്കാൻ അനുകൂലമായിട്ടുള്ള സാഹചര്യം ഉണ്ടാക്കണം. അതിനു വേണ്ടിയിട്ട് ഏതറ്റം വരെ പോകാൻ തയ്യാറായിട്ട് നിൽക്കുന്ന പ്രതിജ്ഞാബദ്ധരായിട്ടുള്ള ഒരു സംഘം ആളുകൾ, ആ സംഘം ആളുകൾ സ്വാഭാവികമായിട്ടും അനുകൂലമായിട്ട് മാത്രമേ പറയുകയുള്ളൂ, നിലപാടെടുക്കുള്ളൂ.
അങ്ങനെ എടുക്കുന്ന നിലപാട് പോലും എതിരായിട്ടുള്ള ഒരു സാഹചര്യമായിട്ട് ക്രിമിനൽ നിയമത്തിൽ വരേണ്ടതാണ് എന്നിരിക്കെ ഞാൻ ചോദിക്കുന്ന ഒരു ചെറിയ ചോദ്യം, ഇതേ ആനുകൂല്യം മറ്റു പ്രതികൾക്ക് കൊടുക്കാനായിട്ട് വിജിലൻസ് സംഘം ഇങ്ങനെ തീരുമാനം എടുക്കുന്ന സാഹചര്യം ഉണ്ടാകുമോ? ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ഒരു ക്രിമിനൽ കേസിലും തെളിവുകൾ കുറച്ച് വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കേസിലെ പ്രതികൾക്കെതിരെ ആ പ്രതികൾക്കെതിരെയുള്ള അന്വേഷണ റിപ്പോർട്ട് കോടതിക്ക് പിന്നീട് കോടതിയാണ് തീരുമാനിക്കുന്നത് അതിന്റെ ഗൗരവം, അതിന്റെ ആഴം, അതിന്റെ വ്യാപ്തി എത്രമാത്രമുണ്ട്, അതൊരു ആളെ ശിക്ഷിക്കാൻ പര്യാപ്തമാണോ എന്നുള്ളതല്ല. ഇവിടെ അന്വേഷണ സംഘം തന്നെ ഇത് ശിക്ഷിക്കാൻ പര്യാപ്തമല്ല എന്നുള്ള കാരണം കൊണ്ട് ഒരു പക്ഷേ ഇനി മുന്നോട്ട് പോകേണ്ടതില്ലാന്ന് തീരുമാനിച്ചു. അതുകൊണ്ട് തന്നെ ഈ റിപ്പോർട്ട് വായിച്ചു നോക്കിയാൽ മനസ്സിലാക്കുന്നത് കുറ്റാരോപിതനായിട്ടുള്ള വ്യക്തിയെ വെള്ളപൂശുന്നതിന് വേണ്ടിയിട്ടും ആരോപിച്ച ആളുകളെ മോശക്കാരാക്കുന്നതിന് വേണ്ടി തയ്യാറാക്കിയ കിസ് മാസ്റ്റേഴ്സ് വോയിസ് എന്ന കണക്കിലുള്ള റിപ്പോർട്ട് മാത്രമാണ് എന്ന്. ശ്രീ എ പ്രദീപ് കുമാർ, ഈ വിജിലൻസിൻ്റെ അന്വേഷണ ഘട്ടത്തിൽ തന്നെ ഒരു പ്രത്യേക സമയത്ത് ആഭ്യന്തരമന്ത്രി ഏറ്റവും അവസാനം പറഞ്ഞിരുന്നു വലിയ രീതിയിലുള്ള സമ്മർദ്ദം കോൺഗ്രസിൻ്റെ ഭാഗത്ത് നിന്ന് UDF നേതാക്കളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായി എന്ന്. അതുപോലെ തന്നെ PK കുഞ്ഞാലിക്കുട്ടി മറ്റൊരു മന്ത്രി പറഞ്ഞിരുന്നു തൻ്റെ വസതിയിൽ പണവുമായി ബാർ ഉടമകൾ എത്തിയിരുന്നു, താനത് വാങ്ങിയില്ല എന്ന് മാത്രമേ ഉള്ളൂ എന്ന്. അപ്പോൾ പണവുമായി ബാർ ഉടമകൾ മന്ത്രിമാരെ സമീപിച്ചിരുന്നു എന്ന കാര്യം തെളിയുന്നു. മറ്റൊന്ന്, വിജിലൻസ് അന്വേഷണവുമായി ബന്ധപ്പെട്ട് പല രീതിയിലുള്ള സമ്മർദ്ദങ്ങളുണ്ടായി എന്ന് തെളിയുന്നു. അഗസ്റ്റിൻ്റെ നിയമോപദേശം അതിന് പുറത്ത് സമ്മർദ്ദമുണ്ടായി എന്ന് സുകേശൻ തന്നെ പറയുന്നു. അതിനുശേഷം ഇപ്പോൾ മാണിയുടെ വസതിയിൽ പണവുമായി എത്തിയിരുന്നു, പക്ഷേ മാണി അത് വാങ്ങിയതായി പറയുന്നില്ല. കൊടുത്തതും വാങ്ങിയതും അത് സമ്മതിക്കാത്തത് കൊണ്ട് ഈ കേസ് നിലനിൽക്കുന്നില്ല, അല്ലെങ്കിൽ മാണിയെ കുറ്റവിമുക്തനാക്കുക. അതുപോലെ തന്നെ ബിജു രമേശിൻ്റെ ഡ്രൈവറുടെ മൊഴി വിശ്വാസത്തിലെടുക്കാതിരിക്കുക, അതേസമയം മൊഴി മാറ്റിപ്പറഞ്ഞ ബാറുടമകളുടെ മൊഴി വിശ്വാസത്തിലെടുക്കുക. ബിജു രമേശും അതുപോലെ അനുമോനും നൽകിയ പണം, അവർ പണം നൽകി എന്ന കാര്യം പല പ്രാവശ്യം വെളിപ്പെടുത്തിയതുകൊണ്ട് അത് ബാർ ഹോട്ടൽ അസോസിയേഷൻ്റെ അക്കൗണ്ടിലേക്ക് പിന്നീട് വരവ് വയ്ക്കുക. ആ രീതിയിൽ ഈ കേസ് അന്വേഷണം പൂർണ്ണമായി അട്ടിമറിക്കുന്ന കാര്യങ്ങളാണ് ഇന്ന് വിജിലൻസ് കൊടുത്തിരിക്കുന്ന അന്വേഷണ റിപ്പോർട്ടിൽ കാണാൻ കഴിയുക. അതിൻ്റെ സംക്ഷിപ്ത രൂപത്തിൽ ഇത് കുറച്ചുകൂടി വിശദമായി ചർച്ച ചെയ്യപ്പെടുകയും പുറത്തു കൊണ്ടുവരികയും ചെയ്യേണ്ട ഒന്നല്ലേ? പ്രകാശേ, നമ്മളിതെല്ലാവരും പ്രതീക്ഷിച്ചത് തന്നെയാണ്. ഉമ്മൻചാണ്ടി സർക്കാർ, അത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ തന്നെ നേതൃത്വത്തിൽ ഈ കേസ് പൂർണ്ണമായിട്ടും അട്ടിമറിച്ചിരിക്കുകയാണ്. അതിൻ്റെ ഒരു അവസാനത്തെ നടപടി മാത്രമാണ് ഇന്ന് ഈ റിപ്പോർട്ട് കൊടുത്തത്. ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം തന്നെ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല നിയമസഭയിൽ പറഞ്ഞു ഈ കേസുമായി ബന്ധപ്പെട്ട് തനിക്ക് സമ്മർദ്ദം നേരിടേണ്ടി വന്നു എന്ന്. അദ്ദേഹം പ്രതിപക്ഷത്തിൻ്റെ ചോദ്യത്തിന് ഒരു വിഷമിച്ചു. SP സുകേശൻ സമ്മർദ്ദം നേരിടേണ്ടി വന്നു എന്ന് മാത്രമല്ല, ഒരു ഘട്ടത്തിൽ ഈ കേസ് അന്വേഷണത്തിൻ്റെ ഒരു ഘട്ടത്തിൽ ആത്മഹത്യ ചെയ്താൽ എന്താണ് എന്ന് പോലും ഞാൻ ചിന്തിച്ചു പോയി എന്ന് അദ്ദേഹം പറഞ്ഞു. എന്ന് പറഞ്ഞാൽ അദ്ദേഹം മാനസികമായിട്ട് പോലീസ് ഓഫീസറാണെങ്കിൽ അത്ര മാനസികമായി ദുർബലനാണെന്നർത്ഥം. അങ്ങനെ മാനസികമായ ദുർബലനായിട്ടുള്ള ആത്മഹത്യയെ പോലും അതുപോലും ചിന്തിച്ചു പോയ ആളെ പിന്നീട് എങ്ങനെ സമ്മർദ്ദത്തിലും വരുതിയിലും ആക്കാം എന്നത് സ്വാഭാവികമായിട്ടും ഗവൺമെൻറ്റും പോലീസും ഒക്കെ നോക്കിയിട്ടുണ്ടാവില്ല. അതിൻ്റെയൊക്കെ ഭാഗമായിട്ടാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ ഈ പറഞ്ഞ റിപ്പോർട്ട് വന്നിരിക്കുന്നത്. മാണിയെ പൂർണ്ണമായിട്ടും കുറ്റവിമുക്തനാക്കുന്ന റിപ്പോർട്ടാണ്. എൻ്റെ സുഹൃത്ത് MLA പറഞ്ഞത് ഇവിടെ ശരിയാണ്. കാരണം പൂർണ്ണമായും കുറ്റവിമുക്തനാക്കിയിട്ടുണ്ട്. പക്ഷേ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യത്തോട് ഞാൻ വിയോജിക്കുന്നു. യുക്തിഭദ്രമായിട്ടാണെന്നാ, ഒരു യുക്തിയും ഇതിനകത്തില്ല. ഇപ്പോൾ നിങ്ങൾ നോക്കൂ, അദ്ദേഹം പറഞ്ഞല്ലോ, സണ്ണി ജോസഫ് പറഞ്ഞല്ലോ, പണവുമായിട്ട് KM മാണിയുടെ വീട്ടിലേക്ക് ഇവർ പോയിട്ടില്ല എന്ന് പറയുന്നു. പക്ഷെ അത് ഈ സാക്ഷിമൊഴികളിൽ നിന്ന് അവർക്ക് മറച്ചു വെക്കാൻ പറ്റിയിട്ടില്ല. എന്തുകൊണ്ടാണ്? ഇതിനകത്ത് പറയുന്ന ഭാഗം ശ്രദ്ധിക്കുക. ഡ്യൂറിംഗ് ദ ഇൻവെസ്റ്റിഗേഷൻ ഇറ്റ് ഈസ് റിവീൽഡ് ദാറ്റ് ഓൺ 20 Section 3 2014 witness 5 and witness 27 collected 15 lakhs and the amount was handed over to the office bearers of Bar Association. അത് കഴിഞ്ഞ് on that day at the premises of the residence of the accused at Pala, അതെന്ന് വെച്ചാൽ എവിടെ വെച്ചിട്ടാണ് ഹാൻഡ് ഓവർ ചെയ്തത്? ഈ ഇദ്ദേഹത്തിൻ്റെ പാലയിലെ വസതിക്കടുത്ത് വെച്ച്, പ്രിമൈസസ് എന്ന് പറഞ്ഞാൽ പരിസരത്ത് തൊട്ടടുത്ത് വെച്ചാണ് കൈമാറിയതെന്ന്. അവിടം വരെ പണവുമായിട്ട് എത്തിയിട്ടുണ്ട്. പിന്നെയോ എന്നിട്ട് പറയുന്നത് ബട്ട് ദർ ഈസ് നോ എവിഡൻസ് ടു പ്രൂവ് ദാറ്റ് ദ അക്യൂസ്ഡ് ഡിമാൻഡഡ് ദ എമൗണ്ട് ഓർ ദ എമൗണ്ട് വാസ് ഹാൻഡഡ് ഓവർ ടു ദ അക്യൂസ്ഡ് ഓൺ ആ പർട്ടിക്കുലർ ഡേ ആണ്. എന്നുവെച്ചാൽ പിന്നെ
അവിടെ അതിനുള്ള ഇത് ഹാൻഡ് ഓവർ ചെയ്തു, കൈമാറി എന്നതിന് തെളിവില്ല എന്ന് മാത്രമാണ് പറഞ്ഞത്. പണവുമായിട്ട് അവിടെ എത്തി എന്നുള്ളത് കൃത്യമായിട്ട്. അപ്പോൾ കയ്യിൽ കൊടുത്തില്ല, മറ്റെവിടെയെങ്കിലും കൊടുത്തോ, അവിടെ നോട്ടെണ്ണൽ യന്ത്രം ഉൾപ്പെടെ അവിടെ വെച്ചു എന്നാണ് ഒരു ഘട്ടത്തിൽ നമ്മൾ കേട്ടത്. അങ്ങനെയുള്ളൊരു സ്ഥലത്ത് ഒരു ഘട്ടത്തിൽ പറഞ്ഞിരുന്നു KM മാണിയുടെ ഭാര്യയെ ചോദ്യം ചെയ്തേക്കുമെന്നൊക്കെ കേട്ടു. പക്ഷേ അദ്ദേഹം ഭീഷണിപ്പെടുത്തിയപ്പോൾ അത് വേണ്ടെന്ന് വെച്ചു. യഥാർത്ഥത്തിൽ ആ നിലയുടെ അന്വേഷണം നടന്നിട്ടില്ല. ഇവിടെ ഈ കുറ്റം നടന്ന യഥാർത്ഥത്തിൽ ഇതിൻ്റെ തൊണ്ടി സാധനം ഉണ്ടെങ്കിൽ കിട്ടേണ്ടത് എവിടുന്ന, അതിൻ്റെ രേഖകൾ കിട്ടേണ്ടത് അവിടെ ധനമന്ത്രിയുടെ വസതിയോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഓഫീസോ ഒന്നും തന്നെ ഈ അന്വേഷണ സംഘം പോയി പരിശോധിക്കുകയോ രേഖകൾ പിടിച്ചെടുക്കുകയോ ചെയ്തിട്ടില്ല. അങ്ങനെയുള്ള തെളിവുകൾ ശേഖരിക്കുന്ന ഒരു നടപടിയും യഥാർത്ഥത്തിൽ ഇതിനകത്ത് നടന്നിട്ടില്ല. ഇവിടെ ഈ ഭാഗത്ത് നിന്ന് തന്നെ വളരെ ഓരോ കാര്യങ്ങൾ വ്യക്തമാണ്. പിന്നെ ഇവിടെ ഇപ്പോൾ ഈ ബാർ അസോസിയേഷൻ്റെ ഭാരവാഹികൾ രാജ്മോഹൻ ഉണ്ണി ഉൾപ്പെടെയുള്ള സംഘം ആദ്യം മുതലേ KM മാണിയെ സംരക്ഷിച്ചുകൊണ്ടുള്ള നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. കാരണം അവർ പറയുന്നുണ്ട് അവർക്ക് ബാർ തുറന്ന് കിട്ടുക എന്നുള്ളതാണ്, അല്ലാതെ ഇവിടെ അഴിമതിക്കെതിരെയുള്ള സമരമൊന്നുമല്ല, അവർക്ക് താല്പര്യമെന്ന് അവർ വ്യക്തമാക്കിക്കൊണ്ട് തന്നെ അവരത് പറഞ്ഞുകൊണ്ടിരുന്നു. അവരുടെ മൊഴി പൂർണ്ണമായിട്ട് എടുക്കുകയാണ്. ഞാനിത് വാങ്ങിച്ചിട്ടില്ല എന്ന്, പണം വാങ്ങിയില്ല എന്ന് മാണി പറഞ്ഞപ്പോൾ അതും വിശ്വാസത്തിൽ എടുക്കുന്ന നമ്മുടെ അന്വേഷണ ഏജൻസി എന്തുകൊണ്ടാണ് ബിജു രമേശിൻ്റെ മൊഴി അതേപോലെ എടുക്കാത്തത്? ഇവർ വാക്കുകൊണ്ട് പറഞ്ഞു മാത്രമാണല്ലോ വേദവാക്യമായിട്ട് ഇവരെടുത്തത്. ബിജു രമേശിൻ്റെ മൊഴി എടുത്തില്ല. അമ്പിളിയുടെ മൊഴി ഒന്നുകൂടെ സത്യസന്ധമാണോ എന്ന് പരിശോധിക്കണം. അമ്പിളിയാണ് അതിലേറ്റവും നിർണായക സാക്ഷി, ഈ പണവുമായിട്ട് പോയ, കാർ ഓടിച്ചു പോയ ഡ്രൈവർ. അമ്പിളിയുടെ മൊഴി ഒന്നുകൂടെ പരിശോധിക്കുന്നതിന് വേണ്ടി നുണപരിശോധനയ്ക്ക് വിധേയമാക്കി. ആ നുണപരിശോധന റിപ്പോർട്ട് അദ്ദേഹത്തിൻ്റെ മൊഴിയുമായിട്ട് ഭാഗികമായിട്ടേ യോജിക്കുന്നുള്ളൂ എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഭാഗികമായേ യോജിക്കുന്നുള്ളൂ എന്ന് പറഞ്ഞാൽ ഭാഗികമായി യോജിക്കുന്നുണ്ടല്ലോ, അതിന് യാതൊരു വിലയും കൽപ്പിച്ചിട്ടില്ല. അപ്പം ഈ നിലയിൽ അവർക്ക് KM മാണിക്ക് പ്രതികൂലമായി വരുന്ന മൊഴികൾക്കൊന്നും തന്നെ ഒരു തരത്തിലും വില കൽപ്പിക്കാതെ, അതേസമയം KM മാണിക്ക് അനുകൂലമായി പറഞ്ഞ മൊഴിയെ വലിയ വേദവാക്യമാക്കി എടുത്തു. പിന്നെ ഇതിനെല്ലാം ഡിനേ ചെയ്യുന്നൊരു കാര്യമുണ്ട്. ഈ പറഞ്ഞ വന്ന എവിഡൻസിനെ തന്നെ ഡിനേ ചെയ്യുന്ന എന്താണ്, ഇവർ ഡിനേ ചെയ്യാൻ ആധാരമാക്കിയെടുത്തത് ഈ ബാർ ഓണേഴ്സ് അസോസിയേഷൻ്റെ കണക്ക് പുസ്തകം, അവരുടെ ക്യാഷ് ബുക്ക്. ആ ക്യാഷ് ബുക്കിന് ഇത് അക്കൗണ്ട് ചെയ്തിരിക്കുന്നു പണം. ഈ ക്യാഷ് ബുക്ക് എന്താ, ബൈബിൾ പോലെയുള്ള അങ്ങനെയുള്ള പിന്നെ വേറെ മാറ്റം വരുത്താൻ പറ്റാത്ത വേദഗ്രന്ഥമാണോ? ഇതങ്ങനെയൊന്നുമല്ല. ഇത് അവരും മാനുവലി ക്രിയേറ്റ് ചെയ്യുന്നൊരു സാധനമല്ല, അവർ എഴുതി ഉണ്ടാക്കുന്നതല്ലേ. എനിക്ക് എൻ്റെ ഒരു ക്യാഷ് ബുക്ക് എൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റില്ലേ? അതിനെന്തും എൻട്രി ചെയ്യാൻ പറ്റും. ഇവർ ഇതിൻ്റെ അക്കൗണ്ട് പരിശോധിച്ചോ? ബാങ്ക് ട്രാൻസാക്ഷൻ സംബന്ധിച്ചുള്ള വിശദാംശങ്ങൾ പരിശോധിച്ചോ? ഈ പണം ഏത് വഴി വന്നു, ഏത് വഴി പോയി എന്നുള്ളത് ബാങ്ക് ട്രാൻസാക്ഷൻ വഴിയാണല്ലോ. ഇതുപോലുള്ളൊരു സംഘടനയ്ക്കാകുമ്പോൾ അവരെ ബാങ്ക് ട്രാൻസാക്ഷൻ ഉണ്ടാവും, അത് പരിശോധിച്ചില്ല. അതേസമയം ക്യാഷ് ബുക്ക് എന്ന് പറഞ്ഞവർ എഴുതി വെച്ച ഒരു സാധനം മാത്രം പരിശോധിച്ചു. എന്നാൽ അവർക്ക് ആവശ്യമുള്ള ഈ തെളിവുകളില്ലെന്ന് സ്ഥാപിക്കാൻ ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം പിന്നെ എടുക്കുകയാണ് ചെയ്തത്. ഇനിയിപ്പോൾ ഇതൊക്കെ വന്ന് കേട്ടെ, യഥാർത്ഥത്തിൽ ഞാൻ വിശ്വസിക്കുന്നത് ഇപ്പോൾ ഈ സമർപ്പിച്ചതല്ല യഥാർത്ഥത്തിലുള്ള ഈ അന്വേഷണ സംഘം കണ്ടെത്തിയ കാര്യങ്ങൾ. ഇതിപ്പോൾ അരുവിക്കര ഇലക്ഷൻ്റെയൊക്കെ ശേഷമുള്ളൊരു പശ്ചാത്തലത്തിൽ പിന്നെ ക്രിയേറ്റ് ചെയ്തൊരു സാധനമാണ് ഇപ്പോൾ കോടതി കൊടുത്തിരിക്കുന്നത്, കുറ്റവിമുക്തമാക്കി കൊടുത്തിരിക്കുന്നത്. യഥാർത്ഥത്തിൽ നേരത്തെ ആദ്യം സുകേഷിൻ്റെ നേതൃത്വത്തിൽ കണ്ടെത്തിയിട്ടുള്ള കാര്യങ്ങളെ യഥാർത്ഥത്തിൽ ഇവർ ഭയന്നിരുന്നു. അതിനാസ്പദമാക്കി ഒരു കുറ്റപത്രം കൊടുക്കാതിരിക്കുന്നതിന് വേണ്ടിയാണ് അതിന് അസാധാരണമായ നിലയിൽ നിയമോപദേശത്തിന് പോയത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ നിയമസഭയിൽ ഈ വിഷയം ചർച്ച ചെയ്തപ്പോൾ ബഹുമാനപ്പെട്ട ആഭ്യന്തര വകുപ്പ് മന്ത്രി തന്നെ പറഞ്ഞല്ലോ, നിയമോപദേശത്തിന് പോകാൻ പിന്നെ എന്തുകൊണ്ട് പോയി, അതിനൊരു സുപ്രീം കോടതി വിധിയൊക്കെ അദ്ദേഹം ഉദ്ധരിച്ചു. ഒരു കിഷൻലാൽ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് ഗുജറാത്തിൻ്റെ ഒരു കേസ് സുപ്രീം കോടതി വിധി എന്ന് പറഞ്ഞാൽ ഇതുപോലുള്ള കേസുകളിൽ നിയമോപദേശം തേടണമെന്ന് പറയുന്നുണ്ട് പോലും. ആ വിധിയും എൻ്റെ കയ്യിലുണ്ട്. അതിനകത്ത് അങ്ങനെ ഒരു കാര്യമേ പറയുന്നില്ല. വ്യക്തമാണ്. ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ, ഇതിൽ 2-3 കാര്യങ്ങളാണ്. ഒന്ന്, ബാർ ഹോട്ടൽ അസോസിയേഷൻ ഇതുവരെ അവരുടെ കണക്ക് വെളിപ്പെടുത്തിയിട്ടില്ല. എവിടെ നിന്നാണ് പണം സമാഹരിച്ച്, എത്രത്തോളം പണം സമാഹരിച്ചു, അത് ആർക്കൊക്കെ കൊടുത്തു. ഏറ്റവും അവസാനം എറണാകുളത്ത് നടന്ന അവരുടെ യോഗത്തിൽ ഏറ്റവും ബഹളം സൃഷ്ടിച്ച ഒന്ന് ഇതിൻ്റെ കണക്ക് ഹാജരാക്കണം എന്നായിരുന്നു. ആ കണക്ക് പിന്നീടാകട്ടെ എന്ന് പറഞ്ഞു. ഇപ്പോൾ 10-ാം തീയതി സുപ്രീം കോടതിയിൽ ബാർ കേസ് നിലനിൽക്കുന്നു. അതിലൊരു അനുകൂല തീരുമാനം അവർ പ്രതീക്ഷിക്കുന്നു എന്നാണ് പറയുന്നത്. അതവിടെ നിൽക്കട്ടെ. ഇതിലിപ്പോൾ ബിജു രമേശ് പറഞ്ഞ കാര്യങ്ങൾ 10 ലക്ഷം കൊടുത്തു എന്നതിന് ആ 10 ലക്ഷം സ്വീകരിച്ചു എന്ന കാര്യം അത് പിന്നീട് കണക്കിൽ വരവയ്ക്കുന്നു വേറൊരു തീയതിയിൽ. അതുപോലെ തന്നെ അനുമോൻ 10 ലക്ഷം കൊടുത്തു എന്ന് പറഞ്ഞു. ആ അനുമോൻ്റെയും ക്യാഷ് ബുക്കിൽ രേഖപ്പെടുത്തപ്പെടുന്നു. ഈ പറയുന്ന സമയത്ത് മൊബൈൽ ഫോൺ ടവറുകളിൽ അതുപോലെ മൊബൈൽ ഫോൺ രേഖകളിൽ ഇവർ ഈ സ്ഥലത്തെല്ലാം ഉണ്ടായിരുന്നു എന്ന് മാത്രമല്ല 22-ാം തീയതിയും 31-ാം തീയതിയും പാലായിലെ മാണിയുടെ വസതിയിൽ മാണിയെ കണ്ടിട്ടുണ്ട് എന്ന് തന്നെ പറയുന്നു. പണം കൊടുത്തു എന്നും വാങ്ങി എന്നുമുള്ള കാര്യങ്ങൾ മാത്രം അവർ നിഷേധിക്കുമ്പോൾ അതിനെ മുഖവിലേക്കെടുക്കുകയും അമ്പിളിയുടെ മാണിക്ക് പണം കൊടുത്തത് കണ്ടു എന്ന മൊഴി, അതുമായി ബന്ധപ്പെട്ട നുണപരിശോധനാ ഫലം, അത് പൂർണ്ണമായി വിശ്വാസത്തിലെടുക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ട്
മാണിയെ കുറ്റവിമുക്തനാക്കുന്ന ഈ റിപ്പോർട്ട് നിയമപരമായി നിലനിൽക്കുന്നതാണോ? നിയമപരമായി ഈ റിപ്പോർട്ട് കോടതിയിൽ നിലനിൽക്കുന്നതിനുള്ള സാധ്യത വളരെ കുറവാണ്. നീതിപൂർവകമായ ഒരു നിലപാട് കോടതി സ്വീകരിക്കുകയാണെങ്കിൽ ഈ റിപ്പോർട്ട് കോടതി നിരാകരിക്കും. അഥവാ കോടതി നിരാകരിച്ചില്ലെങ്കിൽ തന്നെ പരാതിക്കാർക്ക് ഒരു പ്രൊട്ടസ്റ്റ് കംപ്ലൈന്റ് കൊടുക്കുന്നതിന് അല്ലെങ്കിൽ മേൽക്കോടതിയെ സമീപിക്കുന്നതിന് ആവശ്യമായ എല്ലാ കാര്യങ്ങളും ഇപ്പോൾ ഈ റിപ്പോർട്ടിലുണ്ട്. റിപ്പോർട്ട് എനിക്ക് വായിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും പലരും വായിച്ചവരിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയത് അങ്ങനെയാണ്. ഇവിടെ തൊണ്ടി ഇല്ല, തെളിവില്ല എന്നാണല്ലോ പറയുന്നത്. തെളിവില്ല എന്ന് പറയുമ്പോൾ അത് തന്നെ അസംബന്ധമല്ലേ? ഒരു അഴിമതി പണം, കോഴപ്പണം റെസീറ്റ് നൽകി ആരും വാങ്ങും, അല്ലെങ്കിൽ അതിന് തെളിവുണ്ടാകാതിരിക്കുന്നതിനുള്ള ഒരു പ്രജ്ഞത കെ മാണിക്കുണ്ട് എന്ന കാര്യത്തിൽ അത്രയൊക്കെ പരിചയം അദ്ദേഹത്തിനുണ്ട് ഈ വിഷയത്തിൽ. മാത്രമല്ല തൊണ്ടി ഉണ്ട് ഇവിടെ. ഇപ്പോൾ പ്രകാശ് വിവരിച്ചതുപോലെ തൊണ്ടി, ആ പണം അവർ ശേഖരിച്ചിരിക്കുന്നു. ഈ മദ്യവ്യാപാരികൾ ആ പണവുമായി മാണിയുടെ ഭവനത്തിൽ എത്തിയിരിക്കുന്നു. പിന്നീട് എന്ത് സംഭവിച്ചു? ആ പണം കൊടുത്തത് കണ്ട സാക്ഷിയുണ്ട്. ഇത്രയും കാര്യങ്ങളൊക്കെ ഉള്ളപ്പോൾ അതെല്ലാം അവഗണിച്ചുകൊണ്ട് മാണിയെ കുറ്റവിമുക്തനാക്കുന്ന റിപ്പോർട്ട് കോടതി നൽകാൻ വിജിലൻസ് തയ്യാറായാൽ എന്താണ് ഇവരെക്കുറിച്ചൊക്കെ പറയേണ്ടത് എന്നെനിക്ക് അറിഞ്ഞുകൂടാ. പറഞ്ഞാൽ വാക്കുകൾ കടുത്തു പോകും. സുകേശൻ പറഞ്ഞല്ലോ ഒരു ഘട്ടത്തിൽ ആത്മഹത്യ ചെയ്യാൻ ആലോചിച്ചുവെന്ന്. അദ്ദേഹത്തിന് അതായിരിക്കും നല്ലത് എന്നിപ്പോൾ തോന്നുന്നുണ്ട്. കാരണം ഇത്രയും സ്വന്തം അന്തസ്സും ആത്മാഭിമാനവും പണയപ്പെടുത്തിക്കൊണ്ട് ഒരു ഉദ്യോഗസ്ഥൻ, അത് സുകേശനായാലും വിൻസെന്റ് പോൾ ആയാലും, വിൻസെന്റ് പോളിനെയൊക്കെ നല്ല റെക്കോർഡുള്ള ആളാണ്. ഈ സർവീസിന്റെ അന്തിമഘട്ടത്തിൽ ഈ രീതിയിലുള്ള ഒരു റിപ്പോർട്ട് നൽകിക്കൊണ്ട് സ്വന്തം ഖ്യാതിയും സ്വന്തം പേരും അദ്ദേഹം നശിപ്പിക്കുന്നതിന് എന്ന് മനസ്സിലാകുന്നില്ല. അതുകൊണ്ട് ഈ റിപ്പോർട്ട് ഇത് ഈ മാണിക്കെതിരെ ഉണ്ടായിട്ടുള്ള ആരോപണങ്ങൾക്ക് തിരശ്ശീലയിടുന്ന ഒന്നല്ല, മറിച്ച് കൂടുതൽ നിയമ പോരാട്ടങ്ങളുടെ തിരശ്ശീല ഇതോടെ ഉയരുകയാണ്. ശ്രീ സണ്ണി ജോസഫ്, അതാണ് കാരണം. സർക്കാരിൻ്റെ സമ്മർദ്ദം ഉണ്ടായി എന്ന കാര്യത്തിൽ ആർക്കും സംശയമില്ലല്ലോ. അന്വേഷണ ഉദ്യോഗസ്ഥൻ അത് വെളിപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങളുടെ മന്ത്രി തന്നെ ഒരു ഘട്ടത്തിൽ ആ സമ്മർദ്ദത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ സുകേശൻ നടത്തിയ കണ്ടെത്തലുകൾ, അന്വേഷണത്തിലെ വിശദാംശങ്ങൾ അതെല്ലാം ചുരുക്കിക്കൊണ്ട് ഒരു 5 പേജുള്ള ഒരു റിപ്പോർട്ട് സമർപ്പിച്ചുകൊണ്ട് ഇത് അവസാനിപ്പിക്കാൻ ശ്രമിച്ചാൽ ഇപ്പോൾ വിജിലൻസ് കോടതിയിൽ ചിലപ്പോൾ മറികടക്കാൻ കഴിഞ്ഞിരിക്കും. ഇപ്പോൾ വരുന്ന വാർത്തകൾ അങ്ങനെയാണ്. പക്ഷേ അതിനപ്പുറത്തേക്കുള്ള നിയമ പോരാട്ടങ്ങൾക്ക്, കൂടുതൽ അന്വേഷണത്തിലേക്ക് കാര്യങ്ങൾ നീളുന്നതിലേക്ക് നയിക്കുന്നതല്ലേ ഇത്? അങ്ങനെ വരുമ്പോൾ ഇപ്പോൾ താങ്കൾ വായിച്ചതിൽ വ്യക്തമാക്കപ്പെട്ട ഈ ഉള്ളടക്കത്തിലെ അതിൻ്റെ ലുക്ക് ഹോൾ അത് യഥാർത്ഥത്തിൽ മാണിയെ കുരുക്കുന്നതായി മാറില്ലേ? ഒരിക്കലില്ല പ്രകാശാനൊന്ന് പറഞ്ഞോട്ടെ. ഇപ്പം 3 ആളുകൾ, ഒന്നെൻ്റെ ബഹുമാന്യ സ്നേഹിതൻ പ്രദീപും, 2 ഹൈക്കോടതിയിലെ പ്രമുഖ 2 അഭിഭാഷകരും ഈ കേസിൽ ഈ ചർച്ചയിൽ എനിക്ക് എൻ്റെ പോയിന്റ്സിൻ്റെ എതിരെ സംസാരിക്കാറുണ്ട്. അവരെത്ര പേരുണ്ടായിരിക്കോട്ടെ, പക്ഷെ അവർക്ക് കൊടുക്കുന്ന സമയം എനിക്ക് ഒറ്റയ്ക്ക് തന്നാൽ മതി, ഐ വിൽ ആൻസർ. ഒറ്റ കാര്യം ആദ്യമേ തന്നെ ഉദയഭാനു പറഞ്ഞത് എന്താണ്? എറണാകുളത്തെ ADM-നെ അറസ്റ്റ് ചെയ്ത കേസും ഇതുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റുമോ? ഞാൻ പ്രദീപ് കുമാർ MLA പറയുന്നതിന് ഞാൻ അംഗീകരിക്കുന്നു. കാരണം അദ്ദേഹം ഒരു പൊളിറ്റിക്കൽ ലീഡറാണ്. സെബാസ്റ്റ്യൻ പോളും ഒരു അഭിഭാഷകനാണെങ്കിൽ തന്നെയും അദ്ദേഹം ഒരു പൊളിറ്റിക്കൽ ലീഡറാണ്, പൊളിറ്റിക്കൽ മാനാണ്. എന്നാൽ നിയമജ്ഞർ എന്ന ആളുകൾ ഇങ്ങനെ പറയുമ്പോൾ ADM-ന്റെ കേസ് എന്താണ്? പരാതിക്കാരൻ ഡയറക്റ്റ്ലി വിജിലൻസിന് പോയി പരാതി പറഞ്ഞു, എന്നോട് കാശ് ചോദിച്ചിരിക്കുന്നു, ഞാൻ കാശ് കൊടുക്കണം. വിജിലൻസുകാർ മഷി പുരട്ടിയ കാശ് കൊടുത്തയച്ചു, ആ കാശ് ADM സ്വീകരിച്ചു എന്നാണ് കേസ്. ഇവിടെ കാശ് കൊടുത്തു എന്ന് പറയുന്ന ബാർ ഹോട്ടൽ അസോസിയേഷൻ്റെ ഭാരവാഹികൾ ഞങ്ങൾ കാശ് കൊടുത്തിട്ടേയില്ല എന്ന് ആവർത്തിച്ച് പറയുന്നു. ഞങ്ങളോട് കാശ് ചോദിച്ചിട്ടില്ല, ഞങ്ങൾ കൊടുത്തിട്ടേയില്ല എന്ന് പറയുന്നിടത്ത് നിങ്ങൾ കൊടുത്തു എന്ന് പറഞ്ഞൊരു കേസെടുക്കാൻ നമ്മുടെ രാജ്യത്തെ നിയമവ്യവസ്ഥ അതിന് അനുകൂലമാണോ? ഒരിക്കലും അനുകൂലമല്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് റിലയബിൾ ലീഗൽ എവിഡൻസ്, കൺക്ലൂസീവ് റിലയബിൾ ലീഗൽ എവിഡൻസ് ഇല്ലാതെ, തെളിവില്ലാതെ, ബന്ധപ്പെട്ട തെളിവില്ലാതെ, കൊറോബറേറ്റീവ് എവിഡൻസ് ഇല്ലാതെ, നിയമത്തിൻ്റെ മുൻപിൽ നിലനിൽക്കുന്ന തെളിവില്ലാതെ കേട്ടുകേൾവിയുടെ അടിസ്ഥാനത്തിൽ ഒരു കേസ് ചാർജ് ചെയ്യാൻ വിജിലൻസിൻ്റെ SP-ക്ക് സാധിക്കുമോ? അദ്ദേഹത്തിൻ്റെ നിഗമനങ്ങളിലൂടെ ഞാൻ പറഞ്ഞ യുക്തിഭദ്രം തന്നെയാണ്, ആ നിഗമനങ്ങൾ തന്നെയാണ് വായിച്ചത്. ഇവിടെ വേറെന്താണ്? ഇവിടെ ഈ കേസിനെ സംബന്ധിച്ച് നിയമോപദേശം തേടിയിട്ടുണ്ട്. ആ നിയമോപദേശം അഡ്വക്കേറ്റ് ജനറൽ വിജിലൻസിൻ്റെ വക്കീൽ കൊടുത്തു.
ഈ കേസ് ചാർജ് ഷീറ്റ് ചെയ്യാൻ മതിയായ തെളിവുകളില്ല എന്ന് വിജിലൻസിന്റെ വക്കീൽ കൊടുത്തു. അതുകൂടാതെ അഡ്വക്കേറ്റ് ജനറലിനോട് ചോദിച്ചു. എന്നിട്ട് വിൻസൻ എംപോൾ ആ അഡ്വക്കേറ്റ് ജനറലിന്റെ കേരളത്തിൽ മാണി സാറിന്റെ കീഴിലുള്ള അഡ്വക്കേറ്റ് ജനറലിന്റെ നിയമോപദേശം സ്വീകരിച്ചാൽ മാത്രം പോരാ എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് സുപ്രീം കോടതിയിൽ സോളിസിറ്റർ ജനറലിന്റെയും അറ്റോർണി ജനറലിന്റെയും നിയമോപദേശം ചോദിച്ചത്. അവർ കൊടുത്തില്ല. ആ പദവിയിൽ ഇരുന്ന തത്തുല്യരായ സുപ്രീം കോടതിയിലെ പ്രമുഖരായ അഭിഭാഷകരെ പ്രതിപക്ഷ നേതാവ് അദ്ദേഹത്തിന്റെ കേസിൽ ഏൽപ്പിച്ച നാഗേശ്വർ റാവു ഉൾപ്പെടെയുള്ള അഭിഭാഷകരുടെ നിയമോപദേശം കൂടി വാങ്ങിയിട്ടാണ് ഈ കേസിൽ വിജിലൻസ് ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നത്. എന്നിട്ടും വിൻസൻ എംപോൾ ചെയ്തത് ഈ അന്വേഷണ ഉദ്യോഗസ്ഥനോട് ഈ താങ്കളുടേതായ രൂപത്തിലുള്ള റിപ്പോർട്ട് സമർപ്പിക്കാം, ആ റിപ്പോർട്ട് സമർപ്പിക്കുമ്പോൾ എന്നെ കാണിക്കേണ്ടതില്ല എന്നുകൂടി ഇൻസിസ്റ്റ് ചെയ്തുകൊണ്ടാണ് നേരത്തെ സെബാസ്റ്റ്യൻ പോൾ പറഞ്ഞ വിൻസൻ എംപോളിന്റെ ഇന്റഗ്രിറ്റി നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് വിൻസൻ പോൾ ഈ നിർദ്ദേശം നൽകിയത്. അതിൻ്റെ എല്ലാം പശ്ചാത്തലത്തിലാണ് തെളിവില്ലാത്ത ഒരു കേസിൽ കുറ്റപത്രം കൊടുക്കണം എന്ന് എത്ര ആളുകൾ ആവർത്തിച്ച് ആവശ്യപ്പെട്ടാലും, എത്ര ശക്തിയിൽ ആവശ്യപ്പെട്ടാലും, എത്ര ചാനൽ ചർച്ച ചെയ്താലും ഈ കടലാസ് വളരെ വ്യക്തമാണ്. ഇതിലെ 51 മുതൽ 54 വരെയുള്ള പേജുകൾ വായിക്കുന്ന ഏതൊരു വ്യക്തിക്കും, ഏതൊരു നിയമജ്ഞനും ഈ റിപ്പോർട്ട് സ്വീകരിക്കേണ്ടി വരും എന്നാണ് എൻ്റെ വിലയിരുത്തൽ. അതിനെതിരെ വാദിച്ചാൽ അത് രാഷ്ട്രീയ വ്യക്തമാണ്. ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ, കൊടുത്തവരും വാങ്ങിയവരും അത് നിഷേധിച്ചാൽ അഴിമതി മൂടിവെക്കാൻ കഴിയുന്ന ഒരു പ്രത്യേക സാഹചര്യം, അത് നിയമത്തിൻ്റെ പോരായ്മയാണോ അതോ നിയമം നടപ്പാക്കുന്നതിലെ പോരായ്മയാണോ? അത് കൊടുത്തവരും വാങ്ങിയവരും ഇല്ല, തൊണ്ടിയില്ല, ഇതൊക്കെയാണുള്ള കാരണങ്ങൾ. തെളിവില്ല. അങ്ങനെയാണെങ്കിൽ ഒരു മൃതദേഹത്തിന്റെ അഭാവത്തിൽ ഒരു കൊലക്കേസ് വിട്ടുപോകേണ്ടതല്ലേ? ചാർജ് ചെയ്യാൻ കഴിയില്ലല്ലോ. പക്ഷേ പല കേസുകളുമുണ്ട്, മൃതദേഹം ഡെഡ് ബോഡി കിട്ടാത്ത കേസുകളിൽ പോലും സാഹചര്യ തെളിവുകളെ അടിസ്ഥാനമാക്കി പ്രതിയെ കണ്ടെത്തി ശിക്ഷിച്ച കേസുകൾ ഉണ്ടായിട്ടുണ്ട്. ഇവിടെ ഇത്രമാത്രം സാഹചര്യങ്ങൾ ഉണ്ടായിരിക്കുന്നു. വെറുതെ ഉണ്ടായ ഒരു കേസല്ല ഇത്. വെറുതെ ഒരു പ്രതിപക്ഷമോ ഒരു പത്രമോ ഉന്നയിച്ച ഒരു ആരോപണമല്ല. ധാരാളം തെളിവുകൾ ഈ കേസിലുണ്ട്. ആ തെളിവുകൾ തൃപ്തികരമാണ്, സാഹചര്യ തെളിവുകൾ പൂർണ്ണമാണ് എന്ന് കെ എം മാണിയെയും UDF-നെയും അനുകൂലിക്കാത്ത എല്ലാവർക്കും തോന്നുന്നുണ്ട്. ഇതിലൊരു അല്പം രാഷ്ട്രീയമുണ്ട് എന്ന കാര്യം ഞാനും സമ്മതിക്കുന്നുണ്ട്. പക്ഷേ കെ എം മാണിയെ കുറ്റക്കാരനായി കാണണമെന്ന് നിർബന്ധമൊന്നും എനിക്കില്ല. പക്ഷെ ഇതുവരെ അനാവരണം ചെയ്യപ്പെട്ട കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇത്ര അനായാസം ഒരു കുറ്റവിമുക്തി പത്രം കെ എം മാണിക്ക് അനുകൂലമായി കോടതിയിൽ നൽകിയെങ്കിൽ അതിന് നിയമപരമായി നിലനിൽപ്പ് കുറവായിരിക്കും എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. വളരെ നന്ദി ശ്രീ സണ്ണി ജോസഫ്, ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ, ശ്രീ എ പ്രദീപ് കുമാർ, അഡ്വക്കേറ്റ് ഉദയഭാനു ഈ ചർച്ചയിൽ പങ്കെടുത്തതിന്. ബിഗ് സ്റ്റോറി ഇവിടെ അവസാനിക്കുന്നു. നമസ്കാരം.